വെൽക്കം ടു സ്റ്റഡി വിൻ PSC അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ചോദ്യപേപ്പർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു മോഡറേറ്റ് ലെവലിലുള്ള എക്സാം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ GK വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് സിലബസിൽ 15 ചോദ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ അത്രയൊന്നും ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ റിവിഷൻ ചെയ്തപ്പോൾ പഠിച്ച ചോദ്യങ്ങൾ 1-2 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിൽ. ഇന്ത്യയുടെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന്, പിന്നെ 2024 നോബൽ പുരസ്കാരം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ഇവിടെ സ്റ്റഡി വിൻ PSCയിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണല്ലോ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ സാധാരണ മിക്കപ്പോഴും പോസ്റ്റ് വഴിയൊക്കെ ഇടുന്ന ചോദ്യങ്ങളിൽ നിന്നും പിന്നെ അല്ലാതെ ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്നൊക്കെ ജനറൽ നോളജ് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ ഇന്നലത്തെ ഒരു റിവിഷൻ ക്ലാസ്സിനെ മാത്രം ബേസ് ചെയ്തില്ല, മൊത്തത്തിൽ നമ്മൾ എടുക്കുന്ന ഓവറോൾ ക്ലാസ്സിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. പിന്നെ മാത്സിനെ പറ്റി പറയുവാണെങ്കിൽ മാത്സ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല കാരണം ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ അത് ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും, നല്ലപോലെ ടൈം എടുക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു കേട്ടോ. 10 ചോദ്യത്തിൽ എനിക്ക് തോന്നുന്ന കോഡ് Aയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫായിരുന്നു. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മലയാളം വലിയ കുഴപ്പമില്ലായിരുന്നു, മലയാളവും ഈസി ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ജസ്റ്റ് ഈസി ആണെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ആവറേജ് ലെവലിൽ ഇംഗ്ലീഷ് ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ ആ പ്രൊവിഷണൽ ആൻസർ കീ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ മാത്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഈ പരീക്ഷയുടെ മാത്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. എല്ലാവരും അതെല്ലാം പോയി കണ്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ അതൊക്കെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം പോയി പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജലകണം. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം ജലകണം. ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശീകരം എന്ന വാക്കിൻ്റെ അർത്ഥം ജലകണം. ചോദ്യം, ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മര്. ശരശയ്യ എന്ന പദം ഭീഷ്മരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ അമ്പുകളേറ്റ് ഭീഷ്മര് വീണ് കിടക്കും, അതിനെയാണ് ശരശയ്യ എന്ന് പറയുന്നത്. ശരം എന്ന് വെച്ചാൽ അർത്ഥം അമ്പാണ്, ശയ്യ എന്ന് വെച്ചാൽ കിടക്ക. അപ്പോൾ ഈ അർജുനൻ്റെ അമ്പുകളേറ്റ് ഭീഷ്മര് വീണ് കിടക്കുമ്പം അതിനെ ഉപമിക്കുന്നതാണ് ശരശയ്യ എന്ന്. അതായത് അമ്പുകൾ കൊണ്ടുള്ള കിടക്കയിൽ ഭീഷ്മര് കിടന്നു എന്ന് ഉപമിച്ച് ഭീഷ്മര് ശരശയ്യയിലായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത്? ഓപ്ഷൻ ബി അനാച്ഛാദനം. ശരിയായ രൂപം അനാച്ഛാദനമാണ്. അനാച്ഛാദനത്തിൽ ചായും ഇച്ചായും വരുവേ, അനാച്ഛാദനം. ദായാണ് വരുന്നത്, അനാച്ഛാദനം. ഇത് മിക്കപ്പോഴും പ്രീവിയസ് ഇയറിൽ ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ അനാച്ഛാദനമാണ് കറക്റ്റ്, ഓപ്ഷൻ ബി. ചോദ്യം, കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്?
ഓപ്ഷൻ സി പുള്ളിയൻ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ ഒരു അറിവ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ എന്ന നോവലിനെ. അടുത്ത ചോദ്യം, തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക. ഇത് മിക്കപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. കൊട്ടിഘോഷിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് പരസ്യപ്പെടുത്തുക. കൊട്ടിഘോഷിക്കുക, പരസ്യപ്പെടുത്തുക. പിന്നെ ഈ പാതി വഴിയെ നിർത്തുക, അതുപോലെ കൈയൊഴിയുക എന്നൊക്കെ ഉള്ള ഒരർത്ഥത്തിലാണ് നിർത്തിപ്പോകുക ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി പരാശ്രയം. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം പരാശ്രയം. ഇതും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം പരാശ്രയം. ആശ്രയത്തിൻ്റെ വിപരീത പദമാണ് നിരാശ്രയം. അതും കൂടി ഓർത്ത് വെച്ചോണേ. ആശ്രയം, അതിൻ്റെ വിപരീത പദമാണ് നിരാശ്രയം. അപ്പോൾ ഇവിടെ സ്വാശ്രയം വിപരീത പദം പരാശ്രയം, ആശ്രയം വിപരീത പദം നിരാശ്രയം. ചോദ്യം, ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി അഗ്നിയെ സംബന്ധിച്ചത്. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. ഇതും അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. കേട്ടിട്ടുണ്ട്, പക്ഷേ PSC മുമ്പ് ചോദിച്ചിട്ടില്ല. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. ചോദ്യം, വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൻ പ്ലസ് സ്ഥലം. ഇത് PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിൻ പ്ലസ് സ്ഥലം, വിണ്ടലം. ക്വസ്റ്റ്യൻ, മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. മകളുടെ മകൻ ഒറ്റപ്പദം ദൗഹിത്രൻ. ഈ ചോദ്യം PSC മുൻ വർഷങ്ങളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മകളുടെ മകൻ ഒറ്റപ്പദം ദൗഹിത്രൻ. ഭാഗിനേയൻ. ഭാഗിനേയൻ എന്ന് വെച്ചാൽ സഹോദരിയുടെ മകനാണ്. സഹോദരിയുടെ മകൻ ഭാഗിനേയൻ. മകൻ്റെ മകൻ പൗത്രൻ. മകൻ്റെ മകൻ പൗത്രൻ, അതായത് മകൻ്റെ മകൻ അല്ലെങ്കിൽ പുത്രൻ്റെ പുത്രൻ എന്ന് പറയുന്നതാണ് പൗത്രൻ. ജാമാതാവ്. ജാമാതാവ് എന്ന് വെച്ചാൽ മകളുടെ ഭർത്താവാണ്. ജാമാതാവ്, മകളുടെ ഭർത്താവ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള 4 എണ്ണം മിക്കവാറും PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി ആ 10 ചോദ്യങ്ങളും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം ഇനി വരുന്ന എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്